ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നിലപാട് സത്യസന്ധമായി അവതരിപ്പിച്ചതിൻ്റെ പേരിൽ സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഭിനന്ദിക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനെ ഞാൻ പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്ക് അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആർ എസ് എസുമായി സി പി എമ്മിനുള്ള ബാന്ധവം, അത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തൊട്ടുള്ള ബാന്ധവത്തെപ്പറ്റി ഏറ്റവും സത്യസന്ധമായി അദ്ദേഹം പറയുവാൻ കാണിച്ച ആ ആർജവത്തിന് പ്രത്യേകമായി സ്നേഹാഭിവാദ്യം അർപ്പിക്കുകയാണ്. നിരന്തരമായി നമ്മളെപ്പോലെ മതേതര ചേരിയിൽ നിൽക്കുന്ന ആളുകൾ നാടിൻ്റെ മതേതരത്വത്തിന് ആർ എസ് എസ് സി പി എം ബാന്ധവം അപകടമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അങ്ങനൊരു ബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ അങ്ങനെ ഒരു സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞതിനകത്ത് അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഈ സാഹചര്യം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇതെന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ താളം തെറ്റി നിൽക്കുന്ന സി പി എമ്മിന് തിരിച്ചു വരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പുണ്ടോ എന്ന നോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ എം വി ഗോവിന്ദൻ ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലമ്പൂർ നമുക്കറിയാം, ഞാൻ അവിടെ ഇത്രയും ദിവസം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ, ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞൊരു പൾസ്, അത് ഹൗസ് ക്യാമ്പയിൻ അടക്കമുള്ള കാര്യങ്ങളിൽ ആളുകളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പൾസ്, എല്ലാ വിഭാഗം ജനങ്ങളും, അത് രാഷ്ട്രീയത്തിന് തന്നെ അതീതമായി, മതങ്ങൾക്കതീതമായി, ജാതികൾക്കതീതമായി യു ഡി എഫിൻ്റെ വിജയത്തിനും പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ പരാജയത്തിനും വേണ്ടിയിട്ട് ഒരു നിലപാടെടുത്ത് നിൽക്കുകയാണ്. എല്ലാ വിഭാഗങ്ങളും, ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും സി പി എമ്മിനെ കൈവിട്ടു. അപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ്റെ ഈ ഒടുവിലത്തെ ശ്രമം എന്ന് പറയുന്നത് ഈ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുടെ തന്നെ ചില മുൻ നിലപാടുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു വേദനയുണ്ട്, വിശ്വാസികളായ ആളുകൾക്ക് വേദനയുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും വിശ്വാസികൾക്കുണ്ടായ വേദനയെ വർഗീയവാദികളുടെ വോട്ട് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടുന്നതിനെ വർഗീയവാദികളുടെ വോട്ട് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്ന അവസാനത്തെ ശ്രമമാണ്. ആർ എസ് എസുമായിട്ടുള്ള പഴയ ബാന്ധവത്തെ പറ്റി റിഗ്രറ്റുകളില്ലാതെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാടിന് ആപത്തുണ്ടാകുന്ന അവിടെയാണ്. യാതൊരു വിധമായ റിഗ്രറ്റുമില്ല. മാധ്യമപ്രവർത്തകൻ എടുത്തു ചോദിക്കുന്നു, ഇത് വലിയ വിവാദമാകും എന്ന് പറയുമ്പോൾ എനിക്കത് ഭയമില്ല എന്ന് പറയുന്ന തരത്തിൽ ഭയരഹിതമായി റിഗ്രറ്റ് ഇല്ലാതെ പറഞ്ഞ നിലപാട് നിലമ്പൂരിൽ വർഗീയവാദികളെ ഒന്ന് സുഖിപ്പിക്കുവാൻ വേണ്ടി, പോളറൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ആ ശ്രമം കൊണ്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മാറാൻ പോകുന്നില്ല. സി പി എമ്മിൻ്റെ വീഴ്ചകളുടെ തുടക്കവും ഞങ്ങളുടെ തിരിച്ചുപിടിച്ചു തുടങ്ങലിൻ്റെ തുടക്കവും നിലമ്പൂർ തന്നെയായിരിക്കും.